എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നമുക്ക് ഒരു ചോദ്യത്തിലൂടെ ആരംഭിക്കാം. വേദങ്ങൾ പഠിച്ചാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുമോ? മിക്ക ആളുകളും ഉടനെ പറയും തീർച്ചയായും ലഭിക്കും. കാരണം വേദങ്ങൾ ഏറ്റവും ഉന്നതമായ ശാസ്ത്രങ്ങളാണ്. അപ്പോൾ പിന്നെ വേദങ്ങൾ പഠിച്ചാൽ സ്വാഭാവികമായും ബ്രഹ്മജ്ഞാനം ലഭിക്കേണ്ടതല്ലേ? പക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വിചിത്രമാണ്. ഉത്തരം അതെ എന്നും അല്ല എന്നും ആണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരേ വേദങ്ങൾ എങ്ങനെ രണ്ട് വ്യത്യസ്തമായ ഉത്തരം നൽകും? അത് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമുക്ക് വേദങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തീർച്ചയായും ലഭിക്കും. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വേദങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. സിമ്പിൾ സ്പിരിച്വാലിറ്റി എന്ന ചാനലിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ അറിയാൻ ആഗ്രഹിക്കുന്നതോ ആയ വിഷയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേദങ്ങൾ എന്ന് നോക്കാം. വേദം എന്ന വാക്ക് സംസ്കൃതത്തിലെ വിദ് എന്ന ധാതുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിദ് എന്നാൽ അറിയുക എന്നാണ് അർത്ഥം. അതിനാൽ വേദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജ്ഞാനം, നോളജ്, അറിയുക എന്നതാണ്. പലരും കരുതുന്നത് വേദങ്ങൾ എന്നാൽ പഴയ ചില പുസ്തകങ്ങളാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ വേദങ്ങൾ വെറും പുസ്തകങ്ങളല്ല, മറിച്ച് മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുരാതനവും ഏറ്റവും പവിത്രവുമായ ആത്മീയ ജ്ഞാന സമ്പത്താണ്. അവ മനുഷ്യരാശിക്കുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ വേദങ്ങളിൽ കാണാം. ലളിതമായ ദൈനംദിന ജീവിത ഉപദേശങ്ങൾ മുതൽ ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും പരമ ലക്ഷ്യമായ മോക്ഷം നേടുന്നതിനുള്ള മാർഗങ്ങളും വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്തത് വേദങ്ങളെക്കുറിച്ച് വളരെ രസകരമായ ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാണ് വേദങ്ങൾ സൃഷ്ടിച്ചത്? വേദങ്ങളുടെ ഉത്പത്തിയെക്കുറിച്ച് ഒരുപാട് കഥകൾ നിലവിലുണ്ട്. വേദങ്ങളെ അപരുഷേയം എന്നാണ് വിളിക്കുന്നത്. അപരുഷേയം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നാണ്. നമുക്ക് ഇത് ലോജിക്കലായി മനസ്സിലാക്കാം. പരമ്പരാഗതമായ ധാരണ അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായും പ്രപഞ്ച സത്യങ്ങൾ അടങ്ങിയ വേദങ്ങളും ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാകാം. പിന്നീട് മഹർഷിമാർ ആ സത്യങ്ങളെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ കണ്ടെത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഋഷീശ്വരന്മാർ അല്ല വേദങ്ങളുടെ സൃഷ്ടികർത്താക്കൾ. അവർ വേദങ്ങളുടെ ദാർശനികന്മാരാണ്, സീയേഴ്സ് ആണ്. ആധുനിക ശാസ്ത്രത്തിൽ ഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റി, ഐസക് ന്യൂട്ടൺ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാൽ ഐസക് ന്യൂട്ടൺ അല്ല ഗുരുത്വാകർഷണം സൃഷ്ടിച്ചിരിക്കുന്നത്. ഐസക് ന്യൂട്ടന് മുൻപും ഭൂഗുരുത്വാകർഷണം ഇവിടെ ഉണ്ടായിരുന്നു. ഇതേപോലെ പ്രപഞ്ച സത്യങ്ങളായ വേദങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ അത് കണ്ടെത്തി മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തു. ഇനി നമുക്ക് വേദങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്, ആരാണ് ചിട്ടപ്പെടുത്തിയത് എന്ന് നോക്കാം. ആയിരക്കണക്കിന് വർഷങ്ങളോളം വേദങ്ങൾ ക്രോഡീകരിക്കുകയോ എഴുതപ്പെടുകയോ ചെയ്തിരുന്നില്ല. അവ പൂർണ്ണമായും മനുഷ്യന്റെ തലച്ചോറിലാണ് സംരക്ഷിക്കപ്പെട്ടിരുന്നത്. പൂർണ്ണമായും വാമൊഴി പാരമ്പര്യത്തിലായിരുന്നു. അതിനെയാണ് ഗുരു ശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ഗുരു ശിഷ്യന്മാരെ ഓരോ മന്ത്രവും പഠിപ്പിക്കുന്നു. ശിഷ്യന്മാർ ഓരോ മന്ത്രവും ഉച്ചാരണവും സ്വരവും കൃത്യമായി മനഃപ്പാഠമാക്കും. ഇങ്ങനെ തലമുറകളിലൂടെ വേദങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. എന്നാൽ കാലക്രമേണ മനുഷ്യരുടെ ഓർമ്മശക്തിയും ആത്മീയ അച്ചടക്കവും കുറയാൻ തുടങ്ങി. ഭാവിയിൽ വേദങ്ങളുടെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ക്രാന്തദർശിയായ ഒരു മഹർഷി മുൻകൂട്ടി കണ്ടു. അദ്ദേഹത്തിന്റെ പേരാണ് കൃഷ്ണ ദ്വൈപായനൻ. ഈ അമൂല്യമായ ജ്ഞാനസമ്പത്ത് സംരക്ഷിക്കാനായി അദ്ദേഹം വേദങ്ങളെ ക്രമീകരിക്കുകയും വിഭാഗീകരിക്കുകയും ചെയ്തു. വ്യാസം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം ക്രമീകരിക്കുക, ഓർഡറിൽ ആക്കുക, ഓർഗനൈസ് ചെയ്യുക എന്നെല്ലാമാണ്. വേദങ്ങൾ വ്യാസം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് വന്നു. വേദവ്യാസൻ വേദങ്ങളെ 4 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചു.
അതിനുശേഷം അദ്ദേഹത്തിന്റെ 4 ശിഷ്യന്മാർക്ക് ഓരോ വേദത്തിന്റെ സംരക്ഷണ ചുമതല നൽകുകയും ചെയ്തു. നമുക്ക് നമ്മുടെ 4 വേദങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് ഋഗ്വേദം. ഋഗ്വേദത്തിൽ പ്രധാനമായും വിവിധ ദേവതകളെ സ്തുതിക്കുന്ന സൂക്തങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയിരിക്കുന്നു. ഇത് പൈല മഹർഷിയെയാണ് വേദവ്യാസൻ ഏൽപ്പിച്ചത്. അടുത്തത് സാമവേദം. വേദമന്ത്രങ്ങളെ സംഗീത രൂപത്തിൽ ആലപിക്കുന്നതാണ് സാമവേദം. ഇത് ജൈമിനി മഹർഷി സംരക്ഷിച്ചു പോന്നു. അടുത്തത് യജുർവേദം. യാഗങ്ങൾ, യജ്ഞങ്ങൾ, കർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. യജുർവേദം വൈശമ്പായന മഹർഷിയാണ് സംരക്ഷിച്ചു വരുന്നത്. അവസാനമായി അഥർവവേദം. ദൈനംദിന ജീവിതം, പ്രാർത്ഥനകൾ, സാമൂഹിക ജീവിതം, പ്രായോഗിക വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അഥർവവേദം. ഇത് സുമന്തു മഹർഷിയാണ് ഏൽപ്പിച്ചത്. ഇതാണ് നമ്മുടെ 4 വേദങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ വേദങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് നോക്കിയത്. ഇനി വേദങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. അത് വേദങ്ങളുടെ ആന്തരിക വിഭജനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. ആദ്യം വേദങ്ങളെ 2 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം. അതാണ് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. ആക്ഷൻ ബേസ്ഡ് ഡിവിഷൻ, നോളജ് ബേസ്ഡ് ഡിവിഷൻ. വേദത്തിന്റെ ആദ്യ വിഭജനം 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യം നമുക്ക് കർമ്മകാണ്ഡത്തെ പറ്റി മനസ്സിലാക്കാം. പേര് പോലെ തന്നെ കർമ്മങ്ങളെക്കുറിച്ചുള്ള വിഭാഗമാണ് കർമ്മകാണ്ഡം. യജ്ഞങ്ങൾ, യാഗങ്ങൾ, പൂജകൾ, ആചാരങ്ങൾ, ലൗകികമായ ജീവിത നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് കർമ്മകാണ്ഡത്തിലുള്ളത്. കർമ്മകാണ്ഡത്തിന്റെ പ്രധാന ലക്ഷ്യം മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്. അടുത്ത ഭാഗമാണ് ജ്ഞാനകാണ്ഡം. ഇത് ബ്രഹ്മത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നു. ആത്മീയ സത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങളുടെ ഭാഗമാണ് ജ്ഞാനകാണ്ഡം. ജ്ഞാനകാണ്ഡത്തിന്റെ ലക്ഷ്യം ലിബറേഷൻ, അതായത് മോക്ഷം എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ കർമ്മകാണ്ഡം എന്നത് ഒരു ആത്മീയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. എന്നാൽ ജ്ഞാനകാണ്ഡം എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരലാണ്. ഇനി നമുക്ക് വേദത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള വിഭജനം മനസ്സിലാക്കാം. നമ്മൾ വേദങ്ങളുടെ 2 പ്രധാന വിഭാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി ഓരോ വേദവും ആന്തരികമായി ഓരോ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഇനി നമുക്ക് 4 തരത്തിലുള്ള വേദത്തിന്റെ ആന്തരിക വിഭജനം മനസ്സിലാക്കാം. ആദ്യം വരുന്നത് സംഹിത. വേദത്തിന്റെ മന്ത്രങ്ങളും സൂക്തങ്ങളും അടങ്ങിയ ഭാഗമാണ് ഇത്. അടുത്തത് ബ്രാഹ്മണം. ഈ മന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, യജ്ഞങ്ങൾ, പൂജകൾ എങ്ങനെ നടത്തണം, കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്നിവ ബ്രാഹ്മണത്തിൽ വിശദീകരിക്കുന്നു. സംഹിതയും ബ്രാഹ്മണവും പ്രധാനമായും കർമ്മകാണ്ഡത്തിന്റെ ഭാഗങ്ങളാണ്. അടുത്തതാണ് ആരണ്യകം. ജീവിതത്തിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ലോകകാര്യങ്ങളിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി ആത്മീയ ചിന്തയിലേക്ക് തിരിയുന്നവർ പഠിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ആരണ്യകങ്ങൾ. ഇവ കർമ്മകാണ്ഡത്തിനും ജ്ഞാനകാണ്ഡത്തിനും ഇടയിലുള്ള ഒരു പാലം പോലെയാണ്. അവസാനത്തേത് ഉപനിഷത്തുക്കൾ. വേദാന്തത്തിന്റെ പരമോന്നത സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഉപനിഷത്തുക്കളിലാണ്. ഞാൻ ആരാണ്, ബ്രഹ്മം എന്താണ്, ആത്മാവ് എന്താണ്, മോക്ഷം എങ്ങനെ നേടാം, ഇവയെല്ലാം ഉപനിഷത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ വേദങ്ങളിലുള്ള ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ട്രാപ്പാണ് നോക്കാൻ പോകുന്നത്. ഇവിടെയാണ് വേദത്തിന്റെ ഒരു വലിയ പ്രശ്നം ആരംഭിക്കുന്നത്. വേദം തുടങ്ങുന്നത് കർമ്മകാണ്ഡത്തിലും അവസാനിക്കുന്നത് ജ്ഞാനകാണ്ഡത്തിലുമാണ്. എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും വേദത്തിന്റെ കർമ്മകാണ്ഡത്തിൽ കുടുങ്ങിപ്പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വേദങ്ങളുടെ അടിസ്ഥാനം മനസ്സിലാക്കി. വേദങ്ങളുടെ 2 പ്രധാനപ്പെട്ട ഭാഗവും മനസ്സിലാക്കി. ഇതിൽ കർമ്മകാണ്ഡം ഒരു മനുഷ്യന് നൽകുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യന്റെ എല്ലാ ലൗകിക ഭൗതിക ആവശ്യങ്ങളും കർമ്മകാണ്ഡം നിർവഹിക്കുന്നു. പണം, പ്രശസ്തി, നേട്ടങ്ങൾ, സമ്പത്ത്, ഐശ്വര്യം, സുഖങ്ങൾ എല്ലാം കർമ്മകാണ്ഡം നമുക്ക് സാധ്യമാക്കി തരുന്നു. ഇതിനെല്ലാം പുറമെ കർമ്മകാണ്ഡം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സമ്മാനമുണ്ട്. ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്താണ്. അതാണ് സ്വർഗം. നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാനുള്ള പൂജാകർമ്മങ്ങളും എല്ലാം കർമ്മകാണ്ഡത്തിലുണ്ട്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ ജ്ഞാനകാണ്ഡത്തെ മറക്കുന്നു.
ആളുകൾക്ക് ആന്തരിക നേട്ടത്തിനേക്കാൾ ബാഹ്യമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൂടുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. പുരാതന കാലത്തെ മനുഷ്യന്റെ മനസ്സും ആധുനിക കാലത്തെ മനുഷ്യന്റെ മനസ്സും തമ്മിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇന്നും മനുഷ്യരാശിയുടെ ഭൂരിഭാഗം പേരും ബാഹ്യ നേട്ടങ്ങൾക്കും ബാഹ്യ സുഖങ്ങൾക്കും വേണ്ടിയല്ലേ പരക്കം പായുന്നത്. ഈ കർമ്മകാണ്ഡത്തിന്റെ അമിത പ്രാധാന്യം നമ്മുടെ പുരാതന ഭാരതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അത് നമുക്ക് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാം. കർമ്മകാണ്ഡത്തിന്റെ അമിത പ്രാധാന്യം വർദ്ധിച്ചപ്പോൾ നമ്മുടെ ആചാരങ്ങൾ കൂടുതൽ സങ്കീർണമായി, യജ്ഞങ്ങൾ ചെലവേറിയതായി, മനുഷ്യജീവിതം ആന്തരിക പരിവർത്തനത്തെക്കാൾ ബാഹ്യമായ പൂജകളിലും ഹോമങ്ങളിലും കേന്ദ്രീകരിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കൂ, കർമ്മകാണ്ഡത്തിൽ എല്ലാം ഫലപ്രാപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സമ്പത്ത് നേടണം, അതിന് നിങ്ങൾക്ക് ഒരു യജ്ഞം നടത്താം. ഇനി നിങ്ങൾക്ക് സന്താനങ്ങളാണ് ആവശ്യമെങ്കിലോ അതിനും വേണ്ട യജ്ഞങ്ങളും കർമ്മങ്ങളും കർമ്മകാണ്ഡത്തിലുണ്ട്. നമ്മുടെ ഓരോ യജ്ഞവും പൂജയും എത്ര ചിലവേറിയതാണ്. ഇന്നു നിങ്ങൾ അമ്പലത്തിലോ മറ്റു സ്ഥലങ്ങളിലോ പൂജയോ ഹോമങ്ങളോ വഴിപാടോ കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്രമാത്രം നമുക്ക് ചിലവ് വരുന്നുണ്ടെന്ന്. ക്ഷമിക്കണം, ഒന്നിനെയും വിമർശിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളുടെ അതിപ്രസരം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? സാധാരണ ആളുകൾ വേദങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങി. പലർക്കും വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പോലും അറിയാതെയായി. വേദജ്ഞാനം കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമായി ഒതുങ്ങാൻ തുടങ്ങി. സമൂഹത്തിൽ അസമത്വം വർദ്ധിച്ചു വന്നു. ഇത് പുരാതന ഭാരതത്തിൽ 2 മതങ്ങളുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. അതാണ് ബുദ്ധമതവും ജൈനമതവും. ബുദ്ധമതം, ജൈനമതം എന്നിവ ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ ആന്തരിക പരിവർത്തനത്തിന് പ്രാധാന്യം നൽകി. ധ്യാനം, അഹിംസ, ആന്തരിക പരിവർത്തനം, ഇതിനായിരുന്നു ഈ ദർശനങ്ങൾ പ്രാധാന്യം നൽകിയത്. നമ്മുടെ കർമ്മകാണ്ഡത്തിലെ പല ആചാര അനുഷ്ഠാനങ്ങൾക്കും വലിയ രീതിയിൽ മൃഗബലിയും അന്നത്തെ കാലത്ത് നടന്നിരുന്നു. സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ബുദ്ധമതത്തിലേക്കും ജൈനമതത്തിലേക്കും വേദങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. വേദങ്ങളുടെ കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും 2 ദർശനങ്ങളായി ആവിർഭവിച്ചു. 2 സ്കൂളുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ. കർമ്മകാണ്ഡത്തെ പൂർവ മീമാംസ എന്നും ജ്ഞാനകാണ്ഡത്തെ ഉത്തരമീമാംസ എന്നുമാണ് വിളിക്കുന്നത്. ഈ വേദങ്ങളുടെ 2 ദർശനങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കാനും പോരാടാനും തുടങ്ങി. ഈ ഒരു വിഷമഘട്ടത്തിൽ വേദങ്ങളുടെ യഥാർത്ഥ സാരം നമുക്ക് മനസ്സിലാക്കി തരാൻ ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്ത്, അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒരു വിശ്വഗുരു അവതരിച്ചു. സാക്ഷാൽ ജഗദ്ഗുരു ശങ്കരാചാര്യർ. അദ്ദേഹം കർമ്മകാണ്ഡത്തിനെ തള്ളിക്കളഞ്ഞില്ല, പക്ഷേ ജ്ഞാനകാണ്ഡത്തിനെ അതിന്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. വേദങ്ങളുടെ അന്തിമ ലക്ഷ്യം സ്വർഗമല്ല, മറിച്ച് മോക്ഷമാണെന്ന് തെളിയിച്ചു. ശങ്കരാചാര്യരുടെ ജ്ഞാനത്തിന്റെയും യുക്തിയുടെയും മുൻപിൽ പൂർവമീമാംസ പണ്ഡിതന്മാരും ബുദ്ധമത പണ്ഡിതന്മാരും അടിയറവ് പറഞ്ഞു തുടങ്ങി. അദ്ദേഹം ജ്ഞാനകാണ്ഡത്തിനെ ഏകീകരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ആരംഭിച്ചതാണ് അദ്വൈത വേദ ദർശനം. ജ്ഞാനകാണ്ഡത്തെ സംബന്ധിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളും ഭാഷ്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അദ്വൈത വേദാന്തയും ശങ്കരാചാര്യരെ കുറിച്ചുമുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കാം. സത്യത്തിൽ ഭഗവാൻ കൃഷ്ണനും ഭഗവത്ഗീതയിൽ കർമ്മകാണ്ഡത്തിന്റെ അമിത പ്രാധാന്യത്തെക്കുറിച്ചും ലൗകിക നേട്ടങ്ങളിലും സ്വർഗത്തിലും മുഴുകി ആത്മീയതയിൽ നിന്ന് അകന്നു പോകുന്നതിനെ വിമർശിക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 42 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങളിലാണ് കൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 45-ാമത്തെ ശ്ലോകം മാത്രം ഒന്ന് നോക്കാം. ശ്ലോകം ഇതാണ്: ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്തോ നിർയോഗക്ഷേമ ആത്മവാൻ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ത്രൈഗുണ്യ വിഷയ വേദ, വേദങ്ങളുടെ ഭൂരിഭാഗം വിഷയങ്ങളും 3 ഗുണങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് പുണ്യം നേടുന്നതിനെ കുറിച്ചും സ്വർഗം നേടുന്നതിനെ കുറിച്ചും ലൗകിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ അർജുന, നീ അതിൽ അകപ്പെടരുത്. നീ എന്താവണം? നിസ്ത്രൈഗുണ്യോ ഭവാർജുന, നീ ഗുണങ്ങൾക്ക് അതീതനാവണം, നിസ്ത്രൈഗുണ്യനാകണം. അടുത്തതായി അദ്ദേഹം പറയുന്നു, നിർദ്വന്ദ്വോ നിത്യസത്യസ്തോ
നിർയോഗക്ഷേമ ആത്മവാൻ. യോഗക്ഷേമം എന്ന വാക്കിന് ലൗകിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യഗ്രതയും നേടിയത് സംരക്ഷിക്കാനുള്ള വ്യഗ്രതയുമാണ്. അർജുന, നീ അതിൽ നിന്നും മാറി നിൽക്കണം. എന്നിട്ട് നീ എന്തായി മാറണം? ആത്മവാൻ ആയി മാറണം. നിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഒരു ആത്മജ്ഞാനിയായി മാറണമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ വേദങ്ങളെക്കുറിച്ച് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വേദങ്ങൾ പഠിച്ചാൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം വ്യക്തമായിട്ടുണ്ടാകും. നിങ്ങൾ കർമ്മകാണ്ഡം മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം കർമ്മകാണ്ഡങ്ങളുടെ ലക്ഷ്യം ബ്രഹ്മജ്ഞാനമല്ല. എന്നാൽ നിങ്ങൾ കർമ്മകാണ്ഡത്തെ മനസ്സ് ശുദ്ധീകരിക്കുന്ന ഉപാധിയായി ഉപയോഗിച്ച് ജ്ഞാനകാണ്ഡത്തിലേക്ക് കടന്നാൽ ഉത്തരം അതെ എന്നാണ്. തീർച്ചയായും നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കും. കാരണം ഉപനിഷത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബ്രഹ്മമാണ് എന്നാണ്. അഹം ബ്രഹ്മാസ്മി. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദങ്ങൾ മനുഷ്യരാശിയുടെ ഏറ്റവും മഹത്തായ നിധികളിൽ ഒന്നാണ്. മനുഷ്യ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങൾക്കും അവ മാർഗനിർദ്ദേശം നൽകുന്നു. അതിനാൽ യഥാർത്ഥ ചോദ്യം വേദങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം നൽകാൻ കഴിയുമോ എന്നല്ല, മറിച്ച് വേദങ്ങൾ കാണിച്ചു തരുന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക്, അതായത് മോക്ഷത്തിലേക്ക് യാത്ര ചെയ്യാൻ നാം തയ്യാറാണോ? ഈ യാത്ര കർമ്മത്തിലാണ് ആരംഭിക്കുന്നത്, പക്ഷെ അത് ജ്ഞാനത്തിലാണ് അവസാനിക്കുന്നത്. ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്ന അന്തിമ സത്യം ഇതാണ്: നിങ്ങൾ ഒരു പരിമിത വ്യക്തിയല്ല, നിങ്ങൾ ശരീരവും മനസ്സുമല്ല, നിങ്ങൾ ബ്രഹ്മം തന്നെയാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.